നമുക്ക് ഇതേപോലെ ഒരു മൾട്ടിഗ്രെയിൻ ദോശ ഉണ്ടാക്കിയാലോ ഇന്ന് കാലത്ത്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സൂപ്പർ സാധനല്ലേ, അതും ഹെൽത്തിയും കൂടിയാണ്, മൾട്ടിഗ്രെയിൻ ആണ്. അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കണേ മകളെ. നമുക്കൊരു ബൗളിലേക്ക് ഉഴുന്ന്, അരി, നമുക്ക് ബീൻസിന്റെ ഒരു കൂട്ടം, ഇതേപോലെ പല ടൈപ്പ് കേട്ടോ, കണ്ണ പോലെ ചുവപ്പ്, കറുപ്പ്, വെള്ള, പിന്നെ പല കളറുകളായിട്ട് ഇതെല്ലാം ഉള്ളത് കേട്ടോ. ഇതേപോലെ ബീൻസ് പല കളറുകൾ കിട്ടിയില്ലെങ്കിൽ സാധാരണ ബീൻസ് ഇട്ടാലും മതി കേട്ടോ. കടല, നമ്മുടെ ചെറുപയർ, നമുക്ക് കുറച്ച് ഉലുവ, നമുക്ക് ഞാൻ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നമുക്ക് ഇനി അതിലേക്ക് അവല് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. നമുക്കതിന് കുതിരിടാം. നമുക്കിനി അത് ബ്ലെൻഡറിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് അടിച്ച മാവ് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് ഉപ്പ് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം കേട്ടോ. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. നമുക്കത് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ടാണ്ട് മിക്സ് ചെയ്യട്ടോ. പിന്നെ ഇതേപോലെ തിക്കായിരിക്കണം കേട്ടോ, അതിൽ ലൂസാവരുത്. എളുപ്പം പുളിച്ചു പൊന്താനായിട്ട് അത് ഇച്ചിരി ഒരു ചൂടുള്ള സ്ഥലത്ത് വെച്ചോളട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. നമുക്കിത് ഫെർമെൻറ്റേറ്റ് ചെയ്യാം, നമുക്ക് പുളിച്ച് പൊന്താനായിട്ട് വെക്കാം കേട്ടോ. നമുക്കതൊന്നും അങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടോ. ഒരു മീഡിയം ചൂടിൽ നമുക്ക് ഇതേപോലെ അങ്ങോട്ട് ചട്ടി വെക്കാം കേട്ടോ. ചൂട്ടെടുക്കണ്ടേ നമുക്ക്. അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. കുറച്ച് ഓയില് ഞാൻ തെളിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ആ തുമ്പത്തിന്ന് അങ്ങോട്ട് പിടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതിന്റെ മടക്കിയിട്ടാ നമുക്ക് ഇനി അത് പറത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ ഹെൽത്തി ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്നേ ശബ്ദം തന്നെ നോക്കിയപ്പോ പൊട്ടിക്കുന്ന അത്ര ക്രിസ്പാ മനസ്സിലായില്ല എനിക്ക്. തിന്നുമ്പോ നോക്കിക്കോട്ടാ. ആ ശബ്ദം കേൾക്കും പറഞ്ഞോട്ടെ ഇതിന്റെ രുചി എന്തായിരിക്കുന്നു. ഹെൽത്തിയും കൂടി അല്ലേ, അതൊക്കെ പ്രത്യേകം. അപ്പൊ ഇനി തിന്നണ്ടേ. ആസ്വദിച്ച് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ ദോശ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടില്. ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അത് മാത്രമല്ല ഒന്നുകൂടി കമന്റ് ചെയ്തേക്കണേ.
അപ്പൊ പുതിയ വീഡിയോ ഉടനെ വരാം. ബൈ.